ദിലീപ് ജയിലിലേക്കെന്നാണല്ലോ ചില കോണുകളിൽ നിന്ന് ഉയരുന്ന കാര്യം. എന്താ പ്രശ്നം? ദിലീപ് ശരിക്കും ജയിലിലേക്ക് പോകുമോ? കോടതിയിലിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ച ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏതാണ് ഈ പീഡന കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്? നടിയാക്രമിച്ച കേസിലാണ്. നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിചാരണ നടക്കുകയാണ്. അപ്പോൾ അതിൽ ദിലീപ് കുറ്റക്കാരനാണോ ഇല്ലയോ എന്നുള്ളത് കോടതി പറയണം. പക്ഷേ ദിലീപ് അതിനുശേഷം ഒരുപാട് വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം വലിയ ജനപ്രിയ നായകനൊക്കെ ആയിട്ട് തിളങ്ങി നിന്ന സമയത്താണ് ഈ കേസ് വരുന്നത്. അതോടുകൂടി അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതം തന്നെ താറുമാറായി. സ്വകാര്യ ജീവിതവും പോയി, സിനിമാ ജീവിതവും പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അദ്ദേഹത്തിന് സിനിമകളൊന്നും OTT പോലും എടുക്കുന്നില്ല എന്നുള്ള തരത്തിലേക്ക് വരെ ഒരു സമയത്ത് സിനിമാ ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ആളാണ് ഈ ദിലീപ്. പിന്നീട് ദിലീപ് ആർക്കും വേണ്ടാത്തൊരു സിനിമാ നടൻ എന്ന ലേബലിലേക്ക് പോയി. കാരണം എല്ലാവരും ദിലീപിനെ കാണുന്നത് മഞ്ജു വാര്യരെ ഉപേക്ഷിച്ച ഒരാൾ, സഹോദരി എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന മറ്റൊരു നടിയെ വിവാഹം കഴിച്ച ഒരാൾ, പിന്നെ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഒരാൾ, അങ്ങനെ സ്വന്തം വീട്ടിലെ പയ്യനായി കരുതിയിരുന്ന ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവനെ അങ്ങനെ തെറ്റ് ചെയ്യുന്ന ആളെ നിരുപാധിക ഉപേക്ഷിക്കുക എന്നുള്ള രീതിയിലേക്ക് ജനമെത്തി. അങ്ങനെയാണ് പ്രേക്ഷകർ ദിലീപിനെ തള്ളിക്കളഞ്ഞ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇപ്പോൾ ദിലീപിൻ്റെ സിനിമയൊക്കെ പണ്ടിറങ്ങുമ്പോൾ നമ്മളൊക്കെ ആവേശത്തോടെ പോയി കാണുമായിരുന്നു. മായാമോഹിനിയൊക്കെ ആവേശത്തോടെ പോയി കാണും. ഈ ഇടയ്ക്ക് ഞാനൊരു സിനിമ കാണാനായി തിയേറ്ററിൽ പോയപ്പോഴാണ് ദിലീപിൻ്റെ പ്രിൻസ്, അങ്ങനെ ഒരു പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമ ഇറങ്ങി. ഞാൻ ആ ടിക്കറ്റ് എടുക്കാൻ ആ കൗണ്ടറിൽ ചെന്നപ്പോൾ, ഞാൻ ഈ സിനിമ കാണാനല്ല പോയത്, വേറൊരു സിനിമ കാണാനാണ് പോയത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ ചെന്ന് നിന്നപ്പോൾ ഒരാൾ ഏത് സിനിമയാണെന്ന് പറഞ്ഞിട്ട് ഒരു കുഞ്ഞു എന്ന് പറയുന്നു, അദ്ദേഹത്തിൻ്റെ മകനാണെന്ന് തോന്നുന്നു, എന്ന് പറയുന്നു, അച്ഛാ നമുക്ക് ഈ ദിലീപിൻ്റെ ഈ സിനിമ കാണാമെന്ന് പറയുമ്പോൾ അത് വേണ്ട നമുക്ക് മറ്റു സിനിമ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണാൻ കയറിയ സിനിമയിലേക്ക് കയറുന്നു. അപ്പോൾ ഇതിനാളില്ല, ആൾ കുറവ് എന്നുള്ളൊരു രീതിയിലേക്ക് വരുന്നു. പക്ഷെ ആ സിനിമ നല്ല സിനിമയാണെന്നൊക്കെ ഒരുപാട് പേർ പറയുന്നത് കേട്ടു. അപ്പോൾ ജനങ്ങളുടെ പ്രിയങ്കരായിരുന്ന ദിലീപ് ജനങ്ങൾ അകറ്റി നിർത്തുന്ന ഒരു താരത്തിലേക്ക് മാറിയ അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ സമയത്താണ് ഒരു കുറിപ്പ് ഇപ്പോൾ വൈറലാകുന്നത്. ഈ സമയത്താണ് ടൂറിസം വകുപ്പിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രശാന്ത് വാസുദേവ് പങ്കുവച്ച ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയയിലെ സിനിമാ ഗ്രൂപ്പുകളിലടക്കം ശ്രദ്ധേയമായി മാറുന്നത്. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: സിനിമ റിവ്യൂവിന് പ്രേക്ഷകരെ സിനിമയിൽ നിന്ന് അകറ്റാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അശ്വന്ത് കോക്ക് റിവ്യൂ കേട്ടപ്പോൾ സിനിമ കാണണോ എന്ന കൺഫ്യൂഷനിലായിപ്പോയി ഞാനും. അതിന് കാരണം ഈ അടുത്ത കാലത്ത് അയാൾ ചെയ്ത എനിക്ക് ശരിയാണ് എന്ന് തോന്നിയ ചില റിവ്യൂസാണ്. പക്ഷേ പ്രിൻസ് ആൻഡ് ഫാമിലി മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ എനിക്കും എൻ്റെ ധാരണ തിരുത്തേണ്ടി വന്നു. ഇന്ന് ഞാൻ സിനിമ കണ്ടു. എന്നെ ഏറെ ഈ സിനിമ പൊട്ടിച്ചിരിപ്പിച്ചില്ല, പക്ഷേ ഏറെ സന്തോഷിപ്പിച്ചു, ഏറെ തൃപ്തി നൽകി. ന്യൂനതകൾ ചിലതുണ്ടാകാം, അതേതു സൃഷ്ടിയിലും ഉണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം എഴുതിയിരുന്നു, നമ്മുടെ പുതിയ തലമുറ ഹ്രസ്വകാല ആഘോഷങ്ങളിലാണ് കൂടുതൽ അഭിരമിക്കുന്നത് എന്ന്. അത് ശരിവയ്ക്കുകയാണ് ഈ സിനിമ. മാനവികതയും സഹജീവി സ്നേഹവും ദയയും കാരുണ്യവും മറന്ന് ഇൻ്റർനെറ്റിൻ്റെ മായിക ലോകത്തിൽ ജീവിക്കുന്ന ഒരു തലമുറ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ പറ്റിയാണ് ഈ സിനിമ. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം മഞ്ജു പിള്ള അവതരിപ്പിച്ച ഒരു വെറും സാധാരണ സ്ത്രീയുടേതാണ്. അവരാണ് നമ്മുടെ യഥാർത്ഥ ലോകത്തിൻ്റെ പരിച്ഛേദം. അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞാലാണ് നമ്മൾ മനുഷ്യരാകുന്നത്. സിനിമയുടെ എൻഡിൽ അവതരിപ്പിച്ച ആശയം ഒരു യാഥാർത്ഥ്യത്തെ സൂചിപ്പിക്കുന്നുവെങ്കിലും സിനിമ അതുവരെ പ്രസരിപ്പിച്ച സന്ദേശത്തിന് വിരുദ്ധമാണെന്ന് മാത്രം എനിക്ക് തോന്നി. ദിലീപ് എന്ന നടനെ മലയാളിക്ക് ഒരിക്കലും ഒഴിവാക്കാനോ മറക്കുവാനോ കഴിയില്ല. അയാൾ നിലവിലെ വിഷയത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്ന് വിധിക്കേണ്ടത് കോടതിയാണ്. എൻ്റെ മുന്നിൽ മാധ്യമങ്ങളിലെ സത്യമോ അസത്യമോ ആയ വാർത്തകളിലെ ബോധ്യങ്ങളേ ഉള്ളൂ. അതെന്തുമാകട്ടെ, അനുഭവിക്കേണ്ട ശിക്ഷയ്ക്ക് അർഹനാണെങ്കിൽ അയാൾ അനുഭവിക്കട്ടെ. പക്ഷേ നീതിപീഠത്തിൻ്റെ ആ വിധി വരും വരെ ഇനിയും അയാളെ ഒടിച്ചു നിർത്തേണ്ട കാര്യമില്ല. അയാളിലെ കലാകാരനെ പ്രേക്ഷകർ വീണ്ടും നിറമനസ്സോടെ സ്വീകരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമ കാണുക, നല്ല സിനിമയാണ്. മനസ്സിൻ്റെ ചൂടിനെ തണുപ്പിക്കുന്ന സിനിമ. ഈ കെട്ടകാലത്ത് നമുക്ക് ആവശ്യം കുളിരും തണുപ്പും എന്നുമാണ് കുറിപ്പിൽ പറയുന്നത്. നേരത്തെ ചിത്രത്തെക്കുറിച്ച് ജിതിൻ രാജ് എന്ന പ്രേക്ഷകൻ എഴുതിയ കുറിപ്പ് വൈറലായിരുന്നു. ഒരു ക്ലീൻ ഫാമിലി എൻ്റർടൈനർ എന്ന നിലയിൽ മികച്ച തിരക്കഥയും ശക്തമായ ഇമോഷണൽ കണക്ഷനും ചേർന്ന ഈ ചിത്രം പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടുന്നുവെന്നാണ് ജിതിൻ പറഞ്ഞത്. പ്രിൻസും അയാളുടെ ഫാമിലിയെക്കുറിച്ചും പറയുന്ന ദിലീപിൻ്റെ 150ാമത് ചിത്രം. ഈ ഇടയ്ക്കിറങ്ങിയ ദിലീപ് ചിത്രങ്ങൾക്ക് പ്രേക്ഷകരെ ആകർഷിക്കാൻ പറ്റിയില്ല.
എന്ന വസ്തുത മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സിനിമ ഏറെക്കുറെ അതുപോലെ ആകുമെന്ന് കരുതിയിരുന്നപ്പോൾ വരുന്ന പോസിറ്റീവ് റെസ്പോൺസ് ഒക്കെ കണ്ടു. എന്നാൽ ഒന്ന് പോയി നോക്കാം എന്ന് കരുതിപ്പോയി കണ്ട സിനിമ കുറ്റം പറയരുതല്ലോ. നല്ലൊരു ക്ലീൻ ഫാമിലി എൻ്റർടൈനർ, അതാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടായാൽ അയാൾ തിരിച്ചു വരുമെന്ന് ആരൊക്കെയോ പറഞ്ഞത് സ്മരിക്കുന്നു. എടുക്കുന്ന സെലക്ഷൻ പോരായ്മയും ഇപ്പോൾ ഉണ്ടായ ജീവിത സാഹചര്യവും കാരണം പഴയ ഒരു ഫ്ലെക്സിബിലിറ്റി എവിടെയൊക്കെയോ കൈമോശം വന്ന ദിലീപ് എന്ന നടന് ജീവശ്വാസം പോലെ കിട്ടിയ ഒരു മികച്ച സ്ക്രിപ്റ്റ് പുള്ളി ഇതിൽ വേണം എന്ന് കരുതി അഭിനയിച്ചതുകൊണ്ടും അതുപോലെ അവസാന ഭാഗങ്ങളിൽ ഇമോഷണൽ കണക്ടിവിറ്റി പ്രേക്ഷകർക്ക് കിട്ടുന്നു എന്നുള്ള വലിയ പോസിറ്റീവ് കൊണ്ട് ഈ സിനിമ ശ്രദ്ധിക്കപ്പെട്ടു. ശരിക്കും നല്ല കഥാപാത്രം കിട്ടിയാൽ ഇന്നും ദിലീപ് എന്ന നടൻ്റെ പെർഫോമൻസ് നമ്മൾ ഊഹിക്കുന്നതിലും അപ്പുറമാകും. അതുപോലെ പ്രശ്നങ്ങൾ പലതുണ്ടായാലും അയാൾക്ക് വേണ്ട പ്രേക്ഷകർ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ ഇന്നും അവിടെ തന്നെയുണ്ട് എന്നുള്ള തിരിച്ചറിവും അത്ഭുതപ്പെടുത്തുന്നു. കാരണം ഞാൻ തിയേറ്ററിൽ ഹൗസ്ഫുള്ളായിരുന്നു കണ്ട തിയേറ്ററിൽ. അതിൽ 80% ആൾക്കാരും കുടുംബ പ്രേക്ഷകരുമായിരുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും പുള്ളിയുടെ നല്ല സിനിമയെ ബാധിക്കില്ല. അതുകൊണ്ട് ഉറപ്പിച്ചു പറയാം, ജനപ്രിയ നായകൻ അപ്രിയ നായകൻ എന്ന പേര് വരുന്നവരെ വരാതിരിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു. ആദ്യ പകുതി ലൈറ്റ് കോമഡി ഒക്കെ ആയിപ്പോകുന്ന സിനിമ. അത്യാവശ്യം ചിരിക്കാനുള്ള മുഹൂർത്തങ്ങളുണ്ട്. പഴയതുപോലെ ചളി കോമഡി കുത്തിക്കയറ്റാതെ സിറ്റുവേഷൻ അനുസരിച്ച് കോമഡി ഫിൽട്ടർ ചെയ്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ഹരിശ്രീ അശോകൻ പോലെ അല്ലെങ്കിൽ കൊച്ചിൻ ഹനീഫയ്ക്ക് പോലെ ദിലീപിന് കിട്ടിയ പുതിയ കോംബോ ജോണി ആൻ്റണി. രണ്ടുപേരും നന്നായി സ്ക്രീൻ സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. രണ്ടാം പകുതിക്ക് തൊട്ടു മുന്നേ ഒരു നായികയുടെ എൻട്രി ഉണ്ട് മോനെ. ഇരുത്തം വന്ന ഒരു നായികയുടെ ലെവൽ പെർഫോമൻസ്, ഹൈ എനർജി. എൻ്റെ പൊന്നോ, ഷോ സ്റ്റീലർ എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. ഐറ്റം റാണിയായ റാണ എന്ന പുതുമുഖം ചിഞ്ചു റാണി എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പൊളിച്ചു. രണ്ടാം പകുതി അവളുടെ ഒരു പെർഫോമൻസും ദിലീപ് എന്ന നടൻ്റെ ഇമോഷണൽ ബിഹേവിയറും രണ്ടും കൂടി ക്ലബ്ബായ കിടു കെമിസ്ട്രി. കൂടെ കട്ടയ്ക്ക് മഞ്ജു പിള്ള. ഫാമിലിക്ക് ശേഷം അവർക്ക് കിട്ടുന്ന ഒരു സൂപ്പർ ബൈ വേഷം സഫിയത്ത, പിന്നെ സിദ്ദിഖ്, ബിന്ദു പണിക്കർ, ധ്യാൻ, ജോസൂട്ടി, മീനാക്ഷി, അങ്ങനെ പോകുന്നു ക്യാരക്ടർ. അവസാനം ക്യാമിയോ ആയി വന്ന ഉർവശി വരെ തകർത്തു. പിന്നെ പറയാൻ മറ്റൊരു പേരുണ്ട്, കഥയിലെ മമ്മി. കണ്ടവർക്ക് മനസ്സിലാവും, ലതാദാസ് നല്ല കഴിവുള്ള താരമാണ്. അവർക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ എന്നെ കിട്ടേണ്ടതായിരുന്നു. ഇതിൽ അവർക്ക് കിട്ടിയ ആ ക്യാരക്ടർ ഒരു ബ്രേക്ക് ആവട്ടെ. ഇനി മലയാളത്തിലെ നല്ല നല്ല ക്യാരക്ടർ റോൾ അവർക്ക് ലഭിക്കട്ടെ എന്നും ആശംസിക്കുന്നു. ഇങ്ങനെ പോവുകയാണ് ആ റിവ്യൂ. അതായത് ദിലീപിൻ്റെ സിനിമ എത്ര നല്ല സിനിമയാണെങ്കിലും കുറേ പേർ അതിനെ നെഗറ്റീവ് അടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രിൻസ് ആൻഡ് ഫാമിലിക്കും അങ്ങനെ ചില നെഗറ്റീവൊക്കെ വന്നെങ്കിലും പിന്നീട് സിനിമ കണ്ടിറങ്ങിയവർ നല്ലതെന്ന് പറഞ്ഞ സിനിമ അത്യാവശ്യം നല്ല വിജയം നേടി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തായാലും ദിലീപ് ജയിലിലേക്ക് പോകുമോ ഇല്ലയോ അതൊക്കെ കോടതിയിൽ ഇരിക്കുന്ന കാര്യമാണ്, കണ്ടു തന്നെ അറിയാം.